സാറിപ്പോ പറഞ്ഞ മറുപടിയില് ഒരു വാണിജ്യ നഷ്ടം എന്ന് പറഞ്ഞൊരു വാക്ക് ഉപയോഗിച്ചിരുന്നു. സാറേ, എന്താണ് ഈ വാണിജ്യ നഷ്ടം? എങ്ങനെയാണ് സ്മാർട്ട് മീറ്റർ പ്രസരണ വിതരണ നഷ്ടവും വാണിജ്യ നഷ്ടവും കുറയ്ക്കുന്നത്? ഞാൻ മനസ്സിലാക്കുന്ന പറഞ്ഞാൽ ഇത് AT&C ലോസസ് ആയിരിക്കണം. ഇത് എങ്ങനെയാണ് നമ്മൾ സ്മാർട്ട് മീറ്റർ സ്ഥാപിക്കുന്നത് കൊണ്ട് കുറവ് വരുന്നത്? സാർ ദയവായി അതിനൊരു മറുപടി പറയണം. അതായത് വൈദ്യുത മേഖലയുടെയും വൈദ്യുത യൂണിറ്റിന്റെയും പ്രവർത്തന കാര്യക്ഷമതയുടെ ഒരു പ്രധാന സൂചികയായി ഇന്ത്യയിൽ അംഗീകരിച്ചിരിക്കുന്ന ഒരു ഇൻഡെക്സ് ആണ് AT&C നഷ്ടം അഥവാ അഗ്രിഗേറ്റ് ടെക്നിക്കൽ ആൻഡ് കൊമേഴ്സ്യൽ ലോസ്. ഈ അഗ്രിഗേറ്റ് ടെക്നിക്കൽ ലോസ് എന്ന് പറഞ്ഞാൽ ഒരു സാങ്കേതിക, അഗ്രിഗേറ്റ് ടെക്നിക്കൽ എന്ന് പറഞ്ഞാൽ അറിയാം സാങ്കേതിക നഷ്ടമാണ്. കൊമേഴ്സ്യൽ ലോസ് എന്ന് പറഞ്ഞാണ് ഞാൻ ഈ പറയുന്ന വാണിജ്യ നഷ്ടം എന്ന് ഉദ്ദേശിക്കുന്നത്. ഇത് സാങ്കേതിക നഷ്ടവും വാണിജ്യ നഷ്ടവും ചേർത്തുള്ള ഒരു ഇൻഡെക്സ് ആണ്. ടെക്നിക്കൽ ലോസ് അഥവാ സാങ്കേതിക നഷ്ടം എന്നത് വൈദ്യുതി കമ്പികളിലൂടെയും ട്രാൻസ്ഫോമറുകളിലൂടെയും മറ്റു ഉപകരണങ്ങളിലൂടെയും കറണ്ട് കടന്നു പോകുമ്പോൾ ഉണ്ടാവുന്ന ചൂട് മൂലം നഷ്ടപ്പെടുന്ന വൈദ്യുതിയുടെ അളവാണ്. അത് പ്രസ്തുത ഉപകരണങ്ങളും കമ്പികളും വഹിക്കുന്ന കറണ്ടിന്റെ അളവിനെയും അവയുടെ കപ്പാസിറ്റി അനുസരിച്ചുള്ള രൂപകൽപ്പനയെയും അനുസരിച്ചാണ് ഉണ്ടാവുക. എന്നാൽ വാണിജ്യ നഷ്ടം അതല്ല. അത് മോഷണത്തിലൂടെയും മീറ്റർ ശരിയായി പ്രവർത്തിക്കാത്തതിലൂടെയും റീഡ് ചെയ്ത വൈദ്യുതി ശരിയായി ബില്ല് ചെയ്യാത്തതിലൂടെയും ബില്ല് ചെയ്ത വൈദ്യുതിയുടെ തുക കൃത്യമായി പിരിച്ചെടുക്കാത്തതിലൂടെയും ഉണ്ടാവുന്ന നഷ്ടമാണ്. സ്മാർട്ട് മീറ്റർ സ്ഥാപിക്കുന്നതിലൂടെ വൈദ്യുത മോഷണം പൂർണ്ണമായും തടയാനാവും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. സ്മാർട്ട് മീറ്ററിലെ ടാമ്പർ സെക്യൂരിറ്റി ഫീച്ചറുകൾ മീറ്ററിന്റെ സുരക്ഷാ കവചം ഭേദിക്കാനുള്ള ശ്രമങ്ങളെ ഉടൻ അലാമുകളായി കൺട്രോൾ സെന്ററിൽ അറിയിക്കുന്നതിനാൽ മീറ്ററിന്റെ സുരക്ഷാ കവചം ഭേദിക്കുക പണ്ടത്തെ മീറ്ററിനെ പോലെ എളുപ്പമല്ല. അതിനു പുറമെ ലൈനുകളിൽ നിന്നും നേരിട്ട് ടാപ്പ് ചെയ്തുള്ള മോഷണമാണ് ഇന്ത്യൻ സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ വെല്ലുവിളി ഉണ്ടാക്കുന്നത്. ചില സ്റ്റേറ്റിലൊക്കെ 50% കൂടുതൽ AT&C ലോസും ട്രാൻസ്മിഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ലോസും ഒക്കെ ഉണ്ട്. അങ്ങനെയുള്ളടത്തൊക്കെ നമുക്കറിയാം ഇതൊക്കെ ടാപ്പിംഗ് ആണ്, ലൈനിൽ നിന്ന് ടാപ്പിംഗ് ആണ്. അപ്പൊ അതൊരു വലിയൊരു ചലഞ്ചാണ്. അപ്പം ഇവിടെ എന്താ സംഭവിക്കുന്നത്? ട്രാൻസ്ഫോമർ മീറ്ററിലെയും അതിന്റെ കീഴിലുള്ള ഉപഭോക്താക്കളുടെ മീറ്ററിലെയും വൈദ്യുതിയുടെ റെക്കോർഡ് ചെയ്ത അളവുകൾ തമ്മിൽ ഓരോ 15 മിനിറ്റിലും റിക്കൺസൽ ചെയ്യും, തമ്മിൽ താരതമ്യം ചെയ്യും. ട്രാൻസ്ഫോമറും അതിന്റെ താഴെയുള്ള മീറ്ററിലെ ട്രാൻസ്ഫോമറിന്റെ റീഡിംഗ് എടുക്കുക, അതിന്റെ താഴെയുള്ള ഉപഭോക്താക്കളുടെ മീറ്റർ റീഡിംഗ് തമ്മിൽ ആഡ് ചെയ്തിട്ട് തമ്മിൽ റിക്കൺസൽ ചെയ്യുക. പ്രസ്തുത ട്രാൻസ്ഫോമറിന്റെ ശരാശരി ഊർജ്ജ നഷ്ടം നിരീക്ഷിക്കാനാവുന്നതും അങ്ങനെ മോഷണം മൂലമുണ്ടാകുന്ന മാറ്റങ്ങളെ ഒരു അബ്നോർമാലിറ്റി ആയി കണ്ട് ഓട്ടോമാറ്റിക് ആയിട്ട് നടക്കും. വേണ്ട അലാമിലൂടെ ബന്ധപ്പെട്ട ആൾക്കാരുടെ ശ്രദ്ധ മോഷണത്തിലേക്ക് കൊണ്ടുവരാനും ബന്ധപ്പെട്ട എൻഫോഴ്സ്മെന്റ് ടീമിനെ അലേർട്ട് ചെയ്ത് മോഷണത്തെ തടയാനും നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരാനും ആകും. ഇങ്ങനെ ഒരു മോഷണം നമുക്ക് തടയാൻ പറ്റും വളരെ കൃത്യമായിട്ട്. അതാണ് ഈ AMI-യിലെ മോഷണം, അതായത് കൊമേഴ്സ്യൽ നഷ്ടം എന്ന് പറയുന്നതിലെ മോഷണം അങ്ങനെ അറിയുന്നു. അടുത്തത് നമുക്കറിയാം, ഇത് പ്രീപെയ്ഡ് മീറ്റർ ആണ്. പ്രീപെയ്ഡ് മീറ്റർ ആകുമ്പോൾ ബില്ലിംഗ് എഫിഷ്യൻസി നമുക്കറിയാം, ആദ്യമേ തന്നെ പൈസ വാങ്ങിക്കുകയാണ്. അപ്പൊ 100% ബില്ലിംഗ് എഫിഷ്യൻസി എപ്പോഴും ഇവിടെ ഉണ്ടാവും. ഇപ്പം ക്യാഷ് കളക്ഷനും ബില്ലിംഗ് എഫിഷ്യൻസി എന്ന് പറയുന്ന ക്യാഷ് എഫിഷ്യൻസിയും ക്യാഷ് കളക്ഷൻ എഫിഷ്യൻസിയും ബില്ലിംഗ് എഫിഷ്യൻസിയും 100% ഓട്ടോമാറ്റിക് ആയിട്ടുണ്ടാവും. ഇനി ഒരു പോസ്റ്റ് പെയ്ഡ് ആണെങ്കിൽ നമുക്കറിയാം, പോസ്റ്റ് പെയ്ഡിനകത്ത് ഓട്ടോമാറ്റിക് ബില്ലിംഗ് ആണ് ഇവിടെ നടക്കുന്നത്. ബില്ലിംഗ് മുതൽ ഡിസ്കണക്ഷൻ വരെ അതിനകത്ത് മാനുഷിക ഇടപെടലുകൾ ഇല്ല. അതുകൊണ്ട് തന്നെ എന്താ സംഭവിക്കുന്നത്? മുഖം നോക്കാതെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പൊ സെറ്റ് ചെയ്ത മുഖം നോക്കാതെ നീതി നടത്തപ്പെടും. വൈദ്യുതിയുടെ ബില്ലിംഗ് എഫിഷ്യൻസി ഓട്ടോമാറ്റിക് ആയിട്ട് 100% തന്നെയാവും. വൈദ്യുതി ചാർജ് സമയത്ത് അടയ്ക്കുന്നതിൽ വീഴ്ച വരുത്തുന്നവരുടെ മുഖം നോക്കാതെ വൈദ്യുതി വിച്ഛേദിക്കപ്പെടും. അതിനാൽ ഓട്ടോമാറ്റിക് ആയിട്ട് കളക്ഷൻ എഫിഷ്യൻസിയും അവിടെ വർദ്ധിക്കും. ഇങ്ങനെ രണ്ട് വിധത്തിലും ഈ പറയുന്ന രീതിയിലുള്ള AT&C ലോസിന് നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവും. ഇനി സ്മാർട്ട് മീറ്റർ എങ്ങനെയാണ് സാങ്കേതിക നഷ്ടം കുറയ്ക്കുന്നത് എന്ന് നോക്കാം. മുൻപ് പറഞ്ഞ പോലെ സാങ്കേതിക നഷ്ടം എന്നത് കറണ്ടിന്റെ പ്രവാഹം മൂലം വൈദ്യുത ഉപകരണങ്ങളും കമ്പികളും ചൂടായി നഷ്ടപ്പെടുന്ന വൈദ്യുതിയാണ്. ഓരോ 15 മിനിറ്റിലും ട്രാൻസ്ഫോമർ മീറ്ററിൽ രേഖപ്പെടുത്തിയ ഉപഭോഗവും പ്രസ്തുത ട്രാൻസ്ഫോമറിന്റെ കീഴിലെ ഉപഭോക്താവിന്റെ മീറ്ററിൽ രേഖപ്പെടുത്തിയ ഉപഭോഗവും തമ്മിൽ താരതമ്യം ചെയ്ത് പ്രസ്തുത സമയത്തെ കാലയളവിലെ LT വിതരണ നഷ്ടം കണക്കാക്കി വിലയിരുത്താം. അതുപോലെ തന്നെ ഫീഡർ മീറ്ററിലെ രേഖപ്പെടുത്തിയ ഉപഭോഗവും ഓരോ 15 മിനിറ്റിലെ രേഖപ്പെടുത്തിയ ഉപഭോഗവും പ്രസ്തുത ഫീഡറിന് കീഴിലുള്ള ട്രാൻസ്ഫോമർ മീറ്ററുകളിൽ രേഖപ്പെടുത്തിയ ഉപഭോഗം തമ്മിൽ താരതമ്യം ചെയ്ത് പ്രസ്തുത കാലയളവിൽ ഈ 15 മിനിറ്റിലെ ST ഫീഡറിൽ വിതരണം നഷ്ടവും കണക്കാക്കി വിലയിരുത്തപ്പെടാം. ഇങ്ങനെ വിലയിരുത്തിയാൽ എന്താ പ്രയോജനം? ഏതെങ്കിലും സമയത്ത്, ചില സമയത്ത് കൂടുതൽ T&D ലോസ് ഉണ്ടെങ്കിൽ, സാങ്കേതിക നഷ്ടം ഉണ്ടാകുകയാണെങ്കിൽ ഇത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും.
അതായത് നമുക്കൊരു മുൻ നിശ്ചയിച്ച ശരാശരി ഉണ്ടാവാവുന്ന സാങ്കേതിക നഷ്ടത്തെക്കുറിച്ച് ഒരു അവബോധമുള്ള എഞ്ചിനീയർക്ക് അതിൽ കൂടുതൽ വരുമ്പോൾ നമുക്ക് മനസ്സിലായത് ഓവർലോഡിംഗ് ആണ്, അല്ലെങ്കിൽ ഒരു ചില സമയത്ത് ഓവർലോഡിംഗ് ഉണ്ടാകുന്നത്. ഇങ്ങനെയുള്ള ഓരോ ലൈനിന്റെയും ട്രാൻസ്ഫോമറിന്റെയും കാര്യക്ഷമത കൃത്യമായി മനസ്സിലാക്കി വിതരണ നഷ്ടം അനുവദനീയമായ ലെവലിന് മുകളിലെങ്കിൽ അതിന് വേണ്ടുന്ന നടപടികൾ സ്വീകരിക്കാം. വേണമെങ്കിൽ റീകണ്ടക്ട് ചെയ്യാം, ട്രാൻസ്ഫോമറിനെ എൻഹാൻസ് ചെയ്യാം, പുതിയ ട്രാൻസ്ഫോമർ വെക്കാം. ഈ രീതിയിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് കാര്യങ്ങൾ എടുത്തുകൊണ്ട് നമുക്ക് ഒരു സാധാരണ നടപടിക്രമമാണ്. പിന്നെ ഇതൊരു വിഷയമേ അല്ല, സാധാരണ നടപടിക്രമമല്ല ഇത് കാര്യക്ഷമത കൊണ്ടുവരിക, ഒരു സാധാരണ നടപടിക്രമമായി മാറുകയും ചെയ്യും. അങ്ങനെ ഏറ്റവും കാര്യക്ഷമമായ രീതിയിൽ ആസ്തിവൽക്കരണവും പ്രവർത്തന കാര്യക്ഷമതയും കൈവരിക്കുക എന്നുള്ളത് ഒരു ബുദ്ധിമുട്ടേ ഉള്ള കാര്യമല്ലാതായി തീരും. സാറ് ഇപ്പൊ പറഞ്ഞതനുസരിച്ച് സ്മാർട്ട് മീറ്റർ സ്ഥാപിക്കുമ്പോൾ AT&C ലോസസ് ഒക്കെ വളരെ കൺട്രോൾഡ് ആവും, മോഷണങ്ങളൊക്കെ കുറെ, ഇതൊക്കെ പറഞ്ഞു. ആ തരത്തിൽ സാറ് ഈ സ്മാർട്ട് മീറ്ററിനെ വളരെയധികം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെയെങ്കിൽ വടക്കേ ഇന്ത്യയിലൊക്കെ ചില സംസ്ഥാനങ്ങളിൽ വലിയ പ്രശ്നം നടന്നല്ലോ, ചില പ്രക്ഷോഭങ്ങളും അതൊക്കെ കണ്ടു, പത്രങ്ങളിലൊക്കെ കണ്ടു. അതിന്റെ സാഹചര്യം എന്താണെന്ന് സാറൊന്ന് വിശദീകരിക്കാമോ? അത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ പവർ സെക്ടറിലെ CA നോക്കിയാൽ അറിയാം, നമ്മൾക്ക് 60% വരെ AT&C ലോസ് ഉള്ള സംസ്ഥാനങ്ങളൊക്കെ ഇന്ത്യയിൽ ഇപ്പോഴും ഉണ്ട്. ഇതെന്താണെന്ന് അറിയാം, ടാപ്പിംഗ് ആണ്, ബേസിക്കലി മോഷണമാണ്. 20-25% കൂടുതൽ നഷ്ടമുള്ള ഒരു സംസ്ഥാനം ഉണ്ടെങ്കിൽ നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാം ആ സംസ്ഥാനത്ത് ഇഷ്ടം പോലെ മോഷണം നടക്കുന്നുണ്ട്. നമുക്കത് അറിയാം. നോർത്ത് ഇന്ത്യയിലൊക്കെ പല സംസ്ഥാനങ്ങളിലും ആൾക്കാർ നേരിട്ട് കണക്ഷൻ എടുക്കുകയാണ്, അവിടെ ആരും വേണ്ട. ആ രീതിയിലാണ് അവിടെ ഉണ്ടാകുന്നത്. 60% വരെ നഷ്ടമുള്ള 70% വരെ നഷ്ടം ഉണ്ടാകുന്നത്. ഈവൻ ഡൽഹിയിൽ പോലും, നമ്മുടെ തലസ്ഥാനമായ ഡൽഹിയിൽ പോലും 50%-ത്തിനടുത്ത് ആയിരുന്നു നഷ്ടം നമ്മൾ ഈ പറയുന്ന പ്രൈവറ്റൈസ് ചെയ്യുന്നതിന് മുമ്പ്, ഇലക്ട്രിസിറ്റി ആക്ട് വന്ന് പ്രൈവറ്റൈസ് ചെയ്യുന്നതിന് മുമ്പ്. അപ്പൊ നമുക്കറിയാമല്ലോ എങ്ങനെയാണ് സിറ്റുവേഷൻ. അപ്പൊ അവസരം കിട്ടിക്കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഇന്ത്യക്കാരുടെ സ്വഭാവമാണ്, അവസരം ഉണ്ടെങ്കിൽ എടുക്കും. വൈദ്യുതി ഫ്രീ ആയിട്ട് കിട്ടുക എന്നുള്ളത്, അല്ലെങ്കിൽ എന്നുള്ളത് നമ്മുടെ ഒരു അവകാശം പോലെയാണ് പല സ്ഥലത്തും. അപ്പൊ ആ ഒരു സാഹചര്യത്തിലാണ് സ്മാർട്ട് മീറ്റർ വരുന്നത്. സ്മാർട്ട് മീറ്ററും അതിനോടനുബന്ധിച്ച സിസ്റ്റങ്ങളും നേരാവണ്ണം ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നടക്കത്തില്ല. അതാണ് ഇതിനകത്തെ പ്രശ്നം. നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് നഷ്ടം അറിയാലോ. നേരത്തെ ടാപ്പ് ചെയ്താൽ പോലും നമുക്ക് ഈ ലോസ് കൃത്യമായിട്ട് അറിയുന്നതുകൊണ്ട് നമുക്കൊരു എൻഫോഴ്സ്മെന്റ് ടീം ഉണ്ടെങ്കിൽ പോയി ആൾക്കാരെ വിട്ട് പിടിക്കാം. പിടിച്ചു കഴിഞ്ഞാൽ അവരെ അതാക്കി കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഇലക്ട്രിസിറ്റി ആക്ട് അനുസരിച്ച് ജാമ്യമില്ലാത്ത കുറ്റമാണ്. അദ്ദേഹത്തെ പിടിച്ച് ജാമ്യം കിട്ടത്തില്ല. ഹൈക്കോടതി പോയാൽ ജാമ്യമില്ലാത്ത കുറ്റമാണ്, ശിക്ഷ കഠിനമായ ശിക്ഷയാണ്, ഭയങ്കര പിഴയാണ്. ഇപ്പോഴത്തെ നിയമം അനുസരിച്ച് 2 പ്രാവശ്യം, രണ്ടാമത് ഒരു പ്രാവശ്യം കൂടെ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹത്തിന് വേണമെങ്കിൽ വൈദ്യുതി നിഷേധിക്കാം. അങ്ങനെയുള്ള പ്രൊവിഷൻ വരെയുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു പ്രൊവിഷനൊക്കെ ഉള്ളപ്പോൾ ആൾക്കാരെ ഒരു പ്രാവശ്യം പിടിച്ച് 2 പ്രാവശ്യം പിടിച്ച് പിഴ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് വൈദ്യുതി മോഷണം നിൽക്കും. വടക്കേ ഇന്ത്യയിലൊക്കെ സ്മാർട്ട് മീറ്റർ വന്നതിനിടയ്ക്ക് സ്മാർട്ട് മീറ്റർ എഗെയിൻസ്റ്റ് ആയിട്ട് പോകുന്നതിന് കാരണം ഇങ്ങനെയുള്ള വൈദ്യുതി മോഷണവും ലീക്കേജും ടാമ്പറിങ്ങും ഒക്കെ ഒരു പ്രാക്ടീസ് ആയിട്ട് നിലനിൽക്കുന്ന പല സംസ്ഥാനങ്ങളും ഇപ്പോഴും ഉണ്ട്. നമുക്ക് നിയമം നടപ്പിലാക്കി വരുമ്പോൾ അവർക്കൊക്കെ ബുദ്ധിമുട്ടാവും. ആയിരിക്കണം പ്രധാന കാരണം എന്നാണ് എനിക്ക് തോന്നുന്നത്. സാറേ, അടുത്ത സംശയം വരുന്നത്, ഈ AMA സ്മാർട്ട് മീറ്റർ പദ്ധതികൾ നടപ്പാക്കിയാൽ ഈ പറഞ്ഞതുപോലെ KSEBക്ക് കാര്യക്ഷമത കൂട്ടാൻ എങ്ങനെയാണത് സഹായിക്കുക? അതിനെപ്പറ്റി സാറൊന്ന് വിശദീകരിക്കാമോ? ഈ KSEB പോലുള്ള ഒരു യൂട്ടിലിറ്റിക്ക് പറയുകയാണെങ്കിൽ അതിനകത്ത് 2 തലത്തിലാണ് AMA കൊണ്ട് പ്രയോജനം ഉണ്ടാകുക. ഒന്ന് അതിന്റെ പ്രവർത്തന തലത്തിലും, രണ്ടാമത് ബില്ലിംഗ് ആൻഡ് റവന്യൂ തലത്തിൽ. ഈ ബില്ലിംഗ് ആൻഡ് റവന്യൂ തലത്തെ കുറിച്ച് പറഞ്ഞാൽ നമുക്കറിയാം, മീറ്റർ റീഡിങ് തൊട്ടിട്ട് ഡിസ്കണക്ഷൻ